പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. അപ്പസ്തോല പ്രവൃത്തികൾ 27-ാം അധ്യായം 22-ാം വാക്യം. എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടെ ഇരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ. അപ്പസ്തോലനായ പൗലോസ് 14 ദിവസം സൂര്യനെയോ ചന്ദ്രനെയോ കാണാതെ കടലിൻ്റെ നടുവിൽ ആയിരുന്നപ്പോൾ, കാറ്റ് പ്രതികൂലമായിരുന്നപ്പോൾ, കപ്പൽ തകരുമെന്ന് വിചാരിച്ച് എല്ലാവരുടെയും ആശ നഷ്ടപ്പെട്ടപ്പോൾ, തനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ: ധൈര്യത്തോടെ ഇരിപ്പീൻ. ഒരു ദൈവ പൈതലിന് വേണ്ടത് ഉറപ്പും ധൈര്യവും അത്രേ. ദൈവം തൻ്റെ ദാസനായ മോശയെ വിളിച്ച് വേർതിരിച്ചപ്പോൾ മോശയോട് പറഞ്ഞു: മോശേ, നീ ധൈര്യത്തോടെ ഇരിപ്പീൻ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ജോഷുവയോടും അതേ വചനം തന്നെ ദൈവം അരുളി ചെയ്തു: ജോഷുവേ, നിൻ്റെ ഹല്ലേലൂയ മുമ്പുള്ള മോശയുടെ കൂടെ ഞാൻ ഇരുന്നപ്പോൾ ഞാൻ അവനോട് കൽപ്പിച്ചു, നീ ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക. അതുതന്നെ ഇന്ന് പകൽക്കാലവും ഞാനും നിന്നോട് പറയുന്നു: നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. നീ ഉറപ്പും ധൈര്യവുമുള്ളവനായിരുന്നാൽ നിൻ്റെ വഴികളിൽ നീ കൃതാർത്ഥനായിരിക്കും. ഈ രാവിലെ ഇതാ പുതിയ നിയമത്തിൽ അപ്പസ്തോലനായ പൗലോസും തന്നോട് കൂടെയുള്ളവരോട് പറയുന്ന, കൂടെയുള്ളവരെ ബലപ്പെടുത്തുന്നതും അതേ വാക്യത്താല: ധൈര്യത്തോടെ ഇരിപ്പീൻ. ഹല്ലേലൂയ. എങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ധൈര്യത്തോടെ ഇരിപ്പീൻ. എല്ലാം പ്രതികൂലമാണ്, എല്ലാം പ്രതിസന്ധിയാണ്. തൻ്റെ യാത്രയിൽ കാറ്റ് ഈശാനമൂലൻ തനിക്ക് വിരോധമാണ്. തൻ്റെ ഹല്ലേലൂയ സാഹചര്യങ്ങൾ വിരോധമാണ്. കൂടെയുള്ളവരുടെ ആശ നഷ്ടപ്പെട്ടു പോയി. ഒരു കാര്യമേ ദൈവ പൈതലിന് പറയാനുള്ളൂ: എല്ലാം തീർന്നെന്നല്ല, എല്ലാം തീർന്നു എന്ന് ലോകം പറയുന്ന സ്ഥാനത്ത് ധൈര്യത്തോടെ പറയാൻ സാധിക്കണം: ധൈര്യത്തോടെ ഇരിപ്പീൻ, ബലത്തോടെ ഇരിപ്പീൻ. കാരണം അപ്പസ്തോലനായ പൗലോസിന് അങ്ങനെ പ്രാഗൽഭ്യം കിട്ടാൻ ചില കാരണമുണ്ട്. ഒന്നാമത്തെ കാരണം പറയുന്നു: എന്നെക്കുറിച്ച് എൻ്റെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. കപ്പലിനല്ലാതെ നിങ്ങളിൽ ആരുടെയും പ്രാണന് ഹാനി വരത്തില്ലെന്ന് എൻ്റെ ഉടയവനും ഞാൻ സേവിച്ച് നിൽക്കുന്നതുമായ ദൈവം പറഞ്ഞു. ആ ദൈവത്തിനൊരു പർപ്പസ് എന്നെക്കുറിച്ചുണ്ട്. കൈസറുടെ മുമ്പിൽ ഞാൻ നിൽക്കേണ്ടതാകുന്നു എന്ന് അരുളി ചെയ്ത ദൈവം, ഹല്ലേലൂയ, എൻ്റെ കൂടെയുള്ള ജനത്തെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ദൈവം, അവൻ വിശ്വസ്തനാ. അവൻ എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. പ്രിയരെ, എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ സാധിക്കും? നമ്മെ കരുതുന്ന ഒരു ദൈവമുണ്ട്. അവന് നമ്മെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. വഴിയിൽ തളർന്നു പോകാൻ നമ്മുടെ കർത്താവ് അനുവദിക്കത്തില്ല. നമ്മുടെ കർത്താവ് അന്ത്യത്തോളം നമ്മെ ബലപ്പെടുത്തുന്ന ദൈവം അത്രേ. നമ്മെക്കുറിച്ച് ഒരു പദ്ധതിയുള്ള ദൈവം നാം എത്തിച്ചേരുന്നിടം വരെ, നമ്മെക്കൊണ്ട് തൻ്റെ വേല തികയ്ക്കും വരെ നമ്മെ കൈവിടാതെ നമ്മെ പരിപാലിപ്പാൻ വിശ്വസ്തനായ ദൈവം അത്രേ. ധൈര്യത്തോടെ ഇരിപ്പാൻ ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നതിൻ്റെ കാരണവും അതുതന്നെയാണ്. കാരണം അവന് നമ്മെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. എത്ര പേർക്ക് ആ കരം ഒന്ന് നെഞ്ചോട് ചേർത്ത് വെച്ച് പറയാൻ സാധിക്കും: എൻ്റെ കർത്താവിന് എന്നെക്കുറിച്ച് വിചാരമുണ്ട്, പദ്ധതിയുണ്ട്. 2, ഹല്ലേലൂയ, അപ്പസ്തോലനായ പൗലോസിന് ഒരു കാര്യം ഉറപ്പാണ്: എന്നോട് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവം എന്നോട് സംസാരിക്കുന്ന ദൈവമാണ്. അവൻ എല്ലാ കാലത്തും മറഞ്ഞിരിക്കുന്ന ദൈവമല്ല. കാലാവസ്ഥ പ്രതികൂലമാകുമ്പോൾ, ചുറ്റുപാടും ഹല്ലേലൂയ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ദൈവം ഒരു നാളും കൈവിടത്തില്ല. അവൻ എന്നോട് സംസാരിക്കുന്ന ദൈവം അത്രേ. മനുഷ്യരുടെ സംസാരം നിനക്ക് കേൾക്കാൻ കഴിയാതെ പോകുമ്പോഴും ദൈവത്തിൻ്റെ സംസാരം കേൾക്കാൻ നിൻ്റെ കാതുകളെ ഒന്ന് ശ്രദ്ധ വെക്കുമോ? അങ്ങനെയെങ്കിൽ അത് പ്രത്യാശ വർദ്ധിപ്പിക്കും. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യം ഉണ്ടാക്കുന്നത് അത്രേ. ദൈവത്തിൻ്റെ വചനം നിങ്ങളെ ബലപ്പെടുത്തുന്നത് അത്രേ. തളർന്ന കൈകളെ ബലപ്പെടുത്താൻ, തളർന്ന കാലുകളെ ഉറപ്പിക്കാൻ, മനസ്സിന് ധൈര്യം പകരുവാൻ, ഹല്ലേലൂയ പുതുജീവൻ പകരാൻ ദൈവത്തിൻ്റെ വചനത്തിന് സാധിക്കും. അതുകൊണ്ടാണ് അപ്പസ്തോലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞത്: ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമാണ്, എന്നാൽ എനിക്കിത് ദൈവത്തിൻ്റെ ശക്തിയാണ്. റോമാലേഖനത്തിൽ പറയുന്നു: ക്രൂശിൻ്റെ വചനം, ഹല്ലേലൂയ, ഞാൻ ഒരു നാളും ആ വചനം പറയാൻ ലജ്ജിക്കത്തില്ല, അതെനിക്ക് ദൈവത്തിൻ്റെ ശക്തിയാണ്. ഇന്ന് രാവിലെയും ഈ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലേ, നമ്മോട് സംസാരിക്കുന്ന ഒരു കർത്താവുണ്ടെങ്കിൽ കർത്താവിൻ്റെ സംസാരം നമ്മെ ബലപ്പെടുത്തും. ഹല്ലേലൂയ. 1, ഹല്ലേലൂയ, ദൈവം നമ്മെക്കുറിച്ച് പദ്ധതിയുള്ള ദൈവം. 2, നമ്മുടെ കർത്താവ് നമ്മോട് സംസാരിക്കുന്ന ദൈവം. 3, നമ്മുടെ കർത്താവ് പറഞ്ഞത് ചെയ്യാൻ
ശക്തനായ ദൈവമാണ്, അവൻ വിശ്വസ്തനായ ദൈവമാണ്. അതുകൊണ്ട് ഹല്ലേലൂയ, നമുക്ക് എല്ലാ കാലത്തും അത് ധൈര്യം തരും. നമ്മുടെ കർത്താവ് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. അവനൊരു കാര്യം നമ്മോട് പറഞ്ഞു, അവൻ ചെയ്യാൻ മതിയായ ദൈവം അത്രേ. എത്ര പ്രതികൂലമാണെങ്കിലും എത്ര പ്രതിസന്ധിയാണെങ്കിലും അക്കരെ എത്തിക്കുമെന്ന് പറഞ്ഞാൽ, റോമ ഗവൺമെൻറ്റിൻ്റെ മുമ്പാകെ നിൽക്കുവാൻ പൗലോസിനെ ബലപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ അവൻ അത് തന്നെ ചെയ്യും എന്ന് പൗലോസിന് ഉറപ്പാണ്. നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തൻ, അവനത് നിവർത്തിക്കും. വാഗ്ദത്തം ചെയ്തവൻ മതിയായ ദൈവം, അത് ചെയ്യാൻ ശക്തനാ. റോമർ 4:17 പറയുന്നു, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ ദൈവത്തിന് നമ്മെ അന്ത്യത്തോളം നടത്തുവാനും നമ്മുടെ കാര്യങ്ങളെ നിവർത്തിപ്പാനും അവന് സാധിക്കും. ഇന്ന് രാവിലെ അതുകൊണ്ട് നമുക്കും ധൈര്യത്തോടെ ദൈവസന്നിധിയിൽ നിൽക്കാം. നമ്മെ ഏൽപ്പിച്ച ഏത് സാഹചര്യങ്ങളിലും, നാം ആയിരിക്കുന്ന ഏത് സാഹചര്യത്തിലും ധൈര്യത്തോടെ നിന്ന് അല്ലെങ്കിൽ ദൈവം ഒരുക്കുന്ന നന്മ കാണുവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ. കർത്താവ് ഒരുക്കുന്ന നന്മയിലേക്ക് ദൈവം നമ്മെ നയിക്കുമാറാകട്ടെ. നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവം, വാക്കുമാറാത്ത ദൈവം. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.